സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 26-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സരസ്വതി വിദ്യാമന്ദിർ സംഗീത അധ്യാപികയായ ശ്രീമതി സതി അനിൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ദുഷ്ടനായ വേടന്റെ അമ്പേറ്റു വീണ ക്രൗഞ്ചമിഥുനങ്ങളുടെ ദയനീയത കണ്ട് ശോകത്തെ ശ്ലോകത്തിലൂടെ മറികടന്ന വാത്മീകി മഹർഷിയെ മനസ്സാ വണങ്ങിക്കൊണ്ട് കർക്കിടകത്തിന്റെ ദുരിതബാധ താണ്ടുവാൻ അധ്യാത്മരാമായണം എന്ന പാലം തീർത്തുതന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ പാദങ്ങളിൽ സാദര നമസ്കാരം. കഥയ മമ കഥകളതിസാദരം കാകുത്സലീലകൾ കേട്ടാൽ മതിവരാ. പവിത്രമായ രാമായണ കഥ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും വ്യക്തമാക്കുന്നതാണ്. രാമായണം കേവലം രാമൻ്റെ കഥയല്ല, രാമൻ്റെ അയനം, അതായത് പാതയാണ്. രാമൻ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിക്കണം എന്നതാണ് രാമായണത്തിൻ്റെ ആന്തരികാർത്ഥം. മനുഷ്യജീവിതത്തെ എങ്ങനെ ഉദാത്തമാക്കാമെന്ന് രാമൻ മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മനുഷ്യത്വം ഇല്ലാത്ത ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഈ കാര്യം രാമായണത്തിലെ സന്ദേശം സുവ്യക്തമാക്കുന്നു. സത്യത്തോട് ചേർന്ന് നിൽക്കുക, നീതി പാലിക്കുക, എല്ലായിടത്തും സ്നേഹം പ്രകടിപ്പിക്കുക, എപ്പോഴും സമാധാനത്തോടുകൂടി ജീവിക്കുക. രാമായണത്തിലെ ഓരോ കഥാപാത്രവും ലോകത്തിന് മികച്ച മാതൃകകളാണ്. അവരെല്ലാം ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളുമാണ്. ലക്ഷ്മണൻ എന്ന കഥാപാത്രത്തെ ഉദാഹരണമായി എടുക്കാം. വാത്മീകി രാമൻ്റെ മറ്റൊരു പ്രതിരൂപമായി ലക്ഷ്മണനെ അവതരിപ്പിച്ചു. കമ്പരാമായണത്തിൽ രാമൻ്റെ രണ്ടാമത്തെ ഗുണമെന്ന് വിശേഷിപ്പിച്ച് തുളസീദാസ് രാമൻ്റെ വലങ്കൈ എന്നാണ് ലക്ഷ്മണനെ വിശേഷിപ്പിക്കുന്നത്. രാമൻ്റെ ശുദ്ധിയിലും ത്യാഗത്തിലും ചൈതന്യത്തിലും ലക്ഷ്മണൻ രാമൻ്റെ പ്രതിബിംബമായിരുന്നു. പിതാവിൻ്റെ കൽപ്പനപ്രകാരം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന രാമൻ്റെ നിഴലായി തൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ലക്ഷ്മണൻ പോകാൻ തയ്യാറായി. രാമൻ്റെ അയനം, അതായത് പാത, ലക്ഷ്മണൻ തിരഞ്ഞെടുത്തു എന്ന് ചുരുക്കം. കൊട്ടാരം, സുഖഭോഗങ്ങൾ, പ്രിയപത്നി, അച്ഛനമ്മമാർ എല്ലാവരെയും ഉപേക്ഷിച്ച് രാമൻ തൻ്റെ പിതാവും മാതാവും സഹോദരനും സുഹൃത്തും ദൈവവും എല്ലാമായി കണ്ട ലക്ഷ്മണൻ ലോകത്തിനു നൽകുന്നത് സാഹോദര്യത്തിൻ്റെ മികച്ച മാതൃകയാണ്. ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി, പണത്തിനു വേണ്ടി പരസ്പരം ജീവനൊടുക്കാൻ നിൽക്കുന്ന സഹോദരന്മാർ നമുക്ക് ചുറ്റും സർവ്വസാധാരണമായി കാണപ്പെടുമ്പോൾ ലക്ഷ്മണന്റെ ജീവിതം ഇന്നത്തെ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതല്ലേ? സഹോദര പത്നിയെ മാതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ദിവസവും പാദപൂജ ചെയ്ത ലക്ഷ്മണൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമല്ലേ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചത്? ഇത്തരത്തിൽ രാമായണം എത്ര തന്നെ വായിച്ചാലും വ്യാഖ്യാനിച്ചാലും തീരാത്ത ആശയങ്ങളും സന്ദേശങ്ങളുമാണ് ഓരോ തവണയും സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നത്. അതിനാൽ ഈ രാമായണ മാസം എല്ലാവർക്കും നന്മ നിറഞ്ഞതും സന്തോഷപ്രദവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.